एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो विघ्न प्रचोदयात्। എല്ലാം തികഞ്ഞ പുരുഷശില. ബാലശാസ്ത്രാവായ കുളത്തൂപ്പുഴയപ്പൻ്റെ മനോഹര രൂപം ഈ ശിലയിൽ ഭഗവത് കടാക്ഷത്താൽ ഞാൻ കൊത്തിയെടുക്കും. ഭഗവാനെ ധർമ്മശാസ്താവേ അനുഗ്രഹിക്കണേ. അയ്യോ, പാമ്പ്! അരുത്! നാഗങ്ങളെയും സർപ്പങ്ങളെയും ഉപദ്രവിക്കരുത്. അവർ നമ്മുടെ മിത്രങ്ങളാണ്. ഈ പ്രകൃതിയുടെ സംരക്ഷകരാണ്. അവരെ നാം ആരാധിക്കുകയാണ് വേണ്ടത്. അവയ്ക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട്. സർപ്പപ്രീതിക്കായി കാവുകൾ നിർമ്മിച്ച് അതിൽ നാഗവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കണം. പ്രകൃതിയും മനുഷ്യനും പരസ്പരം സൗഹൃദത്തോടും സാഹോദര്യത്തോടും കഴിഞ്ഞു പോരേണ്ട അപൂർവ മാതൃകയാവണം കാവുകൾ. ഈ വനം അവർക്ക് വസിക്കേണ്ടതാവട്ടെ. ഇവിടെ മതി സർപ്പാരാധന. ശരി, അരുത്. ഇപ്പൊ അകത്തേക്ക് പ്രവേശനമില്ല. അതെന്താ അങ്ങനെ? ആ ശില്പം കൊത്തുന്നത് ഞാനാണെങ്കിലും ഭഗവാന്റെ ആ ദിവ്യരൂപം എൻ്റെ മനസ്സിൽ തെളിയിക്കുന്നത് സാക്ഷാൽ പരമശിവനാണ്. അത് പൂർത്തിയാക്കുന്നതുവരെ മറ്റാർക്കും അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. തികച്ചും ഏകാഗ്രതയോടെ ചെയ്യേണ്ട കർമ്മം. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. ആയിക്കോട്ടെ. ഇനി മുതൽ നമുക്ക് വിശ്രമമില്ലാത്ത നാളുകളാ. മേട ഒന്നിന് ഇനി കുറച്ച് നാളുകളെ ബാക്കിയുള്ളൂ. വേഗമാട്ടെ. ശരിയണ്ണ. എന്റെ മോള് കരയണ്ട, വേദന എങ്ങു പോകും. കരയല്ലേ മോളെ. കാല് ഭയങ്കര വേദനയമ്മേ. അതരുമ്പറയല്ലേ മോളെ, അതങ്ങ് പോകും, സാരമില്ല.
സഹിക്കാൻ പറ്റണില്ല അമ്മേ വേദന. മക്കൾ കരയാതെ, വേദന അങ്ങ് പോവും. ആ കരയണ്ട കരയണ്ട. തൽക്കാലം വേദന കുറയും. നാളെ നമുക്ക് വൈദ്യരോടൊന്ന് പറയാം. ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞില്ലെങ്കിലും കുളത്തൂപ്പുഴപ്പൻ്റെ ചൈതന്യം ഇവിടെ ആകെ നിറഞ്ഞു നിൽപ്പുണ്ട്. മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഭഗവാൻ തന്നെ ഇത് ഭേദമാക്കി തരും. ധർമ്മശാസ്താവേ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. കരയണ്ട കരയണ്ട. അയ്യോ അമ്മ, എന്റെ കാലിലെന്തോ കുത്തി. അയ്യോ ചോര. എന്റെ ഈശ്വര, അയ്യോ ഒന്നിങ്ങി വന്നേ. അയ്യോ തേ മോടെ കാലി ചോര. എന്റെ ഈശ്വര, നോക്കേ. ഭഗവാനെ, ഇതെന്തൊരു അത്ഭുതം. അരിപ്പാറ പോയല്ലോ. ഇപ്പൊ വേദനയില്ലമ്മേ. കുളത്തൂപ്പുഴ അപ്പന്റെ തിരുമക്കൾ മകളുടെ കാലിലെ അരിമ്പാറ കൊത്തി മാറ്റിയിരിക്കുന്നു. ഈ കടവിലെ മത്സ്യങ്ങൾ മനുഷ്യന്റെ ത്വക്ക് രോഗങ്ങൾ മാറ്റുന്ന അത്ഭുത സിദ്ധിയുള്ളവയാണ്. നിങ്ങളവയെ ഉപദ്രവിക്കാതെ എന്നും മീനൂട്ട് നടത്തുക. മത്സ്യങ്ങൾക്ക് പ്രിയപ്പെട്ട കടല, അവൽ, മലർ, അരി തുടങ്ങിയവ കുളത്തൂപ്പുഴയപ്പനായ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് നിറഞ്ഞ മനസ്സോടെ അർപ്പിക്കുക. അത് ഭഗവാൻ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ഇവിടത്തെ തിരുമക്കൾ എന്നും ഭക്തർക്ക് അനുഗ്രഹമേകുന്നതാണ്. മംഗളം ഭവിക്കട്ടെ. മനോഹരമായിരിക്കുന്നു. എന്തോ ഒരു പോരായ്മ. അളവൽപ്പം വ്യത്യാസമുണ്ട്. കാഴ്ചയ്ക്കങ്ങനെ തോന്നുന്നില്ല. നല്ല ചൈതന്യം, ഭഗവാൻ മുന്നിൽ നിൽക്കുന്നത് പോലെ. അല്ല, വ്യത്യാസമുണ്ട്. അതിപ്പം മാറ്റാം.
ഭഗവാനെ, എന്താ ഇത്? രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കമൊഴിഞ്ഞിരുന്ന് കൊത്തിയെടുത്തതല്ലേ ഈ ശില്പം? വിഗ്രഹപ്രതിഷ്ഠയ്ക്കിനി നാഴികൾ മാത്രം. പൂർത്തിയായ വിഗ്രഹത്തിൽ വീണ്ടും സ്പർശിച്ചതിൽ അടിയനെ ശിക്ഷിച്ചതാണോ? നിഷ്ഠകളിലോ ആചാരങ്ങളിലോ അടിയൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും വരുത്തിയിട്ടില്ല. അടിയനെ പരീക്ഷിക്കരുതേ ഭഗവാനെ. സങ്കടപ്പെടാതിരിക്കണം. വീരമണേ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഭഗവാനെ, കുളത്തൂപ്പുഴപ്പ രക്ഷിക്കണേ. എന്താ പറ്റിയത്? അങ്ങത് കണ്ടില്ലേ? ഈ ഉള്ളവനൊരു കയ്യബദ്ധം പറ്റി. ക്ഷമിക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് അടിയനറിയില്ല. നാളെ മേടസംക്രമത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കും. അഷ്ടശിലയായി മാറിയ ഈ വിഗ്രഹം തന്നെ ഇവിടെ വേണമെന്ന് സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ തീരുമാനമാണ്. ഭഗവാന്റെ തീരുമാനങ്ങൾ നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ലല്ലോ. എല്ലാം ശുഭമാകും. ഭസ്മം, പാൽ, തേൻ, പഞ്ചാമൃതം, നെയ്യ്, ഇളനീർ, കളഭം, പുഷ്പം എന്നിവ അഭിഷേകങ്ങളായും, പാൽപായസം, അരവണ, അപ്പം, പാനകം എന്നിവ നിവേദ്യങ്ങളായും ഭഗവാൻ അർപ്പിക്കണം. ശനീശ്വരനായ ഭഗവാന് നീരാഞ്ജനം അർപ്പിച്ചാൽ ശനിദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. കൂടാതെ ക്ഷേത്രത്തിലെ നിവേദ്യത്തിലെ ഒരു പങ്ക് എന്നും ഇവിടുത്തെ തിരുമക്കളായ മത്സ്യങ്ങൾക്ക് പ്രസാദ ഊട്ടായി നൽകണം. ഈ മത്സ്യങ്ങളെ തിരുമക്കളെന്ന് വിളിക്കാൻ കാരണം എന്താണ് ഗുരുജി? നമ്മൾ നേരത്തെ പറഞ്ഞ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന ഒരാറുണ്ട്. അതിൻ്റെ പേരാണ് കല്ലടയാറ്. കല്ലടയാറിലെ മത്സ്യങ്ങളെയാണ്
തിരുമക്കൾ എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാ ഗുരുജി ആ മീനുകൾക്ക് അങ്ങനെ ഒരു പേര് വന്നത്? പറയാം. കല്ലടയാറിൻ്റെ അഗാധതയിൽ ഒരിക്കൽ ഒരു ജലകന്യക തപസ്സിരുന്നു. സാക്ഷാൽ ശാസ്താവിനെ ഭജിച്ചുകൊണ്ടായിരുന്നു ആ ജലകന്യകയുടെ തപസ്. തമാലശ്യാമളം ഭദ്രം പിംഗളകൽപ്പസുന്ദരം അധിജ്യ കാർമുകം വന്ദേ സത്യമൗവ്യക്തയൗവനം. പ്രണാമം. എന്റെ പ്രാർത്ഥന സഫലമായി. ഇത്രയും വേഗം അങ്ങയുടെ ദർശനം ലഭിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദേവ. എന്തിനു വേണ്ടിയായിരുന്നു നിന്റെ തപസ്? എന്താണ് നിന്റെ ആഗ്രഹം? പറഞ്ഞാലും. താണ നിലത്തേക്ക് വെള്ളമൊഴുകും. താഴ്മയുള്ളവർക്ക് ദൈവാധീനം ലഭിക്കും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പ്രദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസ്യധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ